ആൺപെണ്ണല്ലാത്ത കയ്യന്മാരെ എന്നോട് ആശ നിങ്ങൾക്കുണ്ടെങ്കിൽ, ആൺപെണ്ണല്ലാത്ത കയ്യന്മാരെ എന്നോട് ആശ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നുടെ കൈയും പിടിച്ചുകൊള്ളുക, നിങ്ങളെ കുറുമ്പ് കുറയ്ക്കും ഞാനേ. എന്നുടെ കൈയും പിടിച്ചുകൊള്ളുക, നിങ്ങളെ കുറുമ്പ് കുറയ്ക്കും ഞാനേ എന്ന് പറഞ്ഞ് കച്ചത്തോട് തലയിൽ കെട്ടി ചുറ്റിയിരുന്ന ഉറുമി വലിച്ചൂരി ഒറ്റ തിരിച്ചിൽ ഒരു കുതിരപ്പാച്ചിൽ. അടുക്കുന്നവന്റെ കണ്ണ്, മൂക്ക്, കാത്, കഴുത്ത്, കയ്യ്, കാല് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു. 500 300 അവിടെ വീണു തുടങ്ങി. നാഗപുരത്തുകാർ പരക്കം പാഞ്ഞു. ആരാണിത്? ആരാണ് ഈ രുദ്രഭദ്ര? അപ്പോഴാണ് അത് അറിഞ്ഞത് പുത്തൂരം വീട്ടിലെ ആരോമൽ ചേകവരുടെ നേർബെങ്കിൽ ഉണ്ണിയാർച്ചയാണ് എന്ന്. ഉണ്ണിയാർച്ചയോ? അയ്യോ, ചതിച്ചു മൂപ്പോ, ചതിച്ചു. അയ്യോ, ആകെ കുഴഞ്ഞു, നമ്മളെല്ലാം തകർന്നു മൂപ്പോ, തകർന്നു. എല്ലാവരും പൂച്ചയെ കണ്ട് കയ്യെ പോലെ പേടിച്ചു വെച്ച് മൂപ്പരെ കവിയിലത്തേക്ക് ഓടി. എന്ത്? ആരോമൽ ചേകവർ സഹോദരിയാണെന്നോ? അയ്യോ അല്ലാ, ചതിച്ചല്ലോ. ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്താണ് വഴി? മൂപ്പൻ തന്നെ കെട്ടിയവൾ കുഞ്ഞിപ്പൂമറിയുടെ കാല് പിടിച്ചു. കുഞ്ഞിപ്പൂമ, നീ നാടിപിടി കോലത്ത് തമ്പുരാട്ടിയെയും കൂട്ടി എങ്ങനെയെങ്കിലും അവിടെ പോകണം. പെണ്ണുങ്ങളായി നിങ്ങൾ വിചാരിച്ചാലേ അവരടയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ നാഗപുരത്ത് ഒരൊറ്റാന്തരി ബാക്കി ഉണ്ടാകുകയില്ല. എന്റെ കുഞ്ഞിപ്പൂമ, നീ വേഗം പോകും. കുഞ്ഞിപ്പൂമ ഉടനെ തന്നെ തമ്പുരാട്ടിയെയും കൂട്ടിക്കൊണ്ട് ഉണ്ണിയാർച്ചയെ സമീപിച്ചു. പാട്ടുംപുളയും സമ്മാനിച്ച് അവർ അടങ്ങണമെന്ന് അപേക്ഷിച്ചു. ഇല്ല, ഞാൻ അടങ്ങുകയില്ല. നിങ്ങൾക്ക് കെട്ടിനകത്ത് ഇന്ന് പുറത്തിറങ്ങേണ്ട. കോവിലകമുണ്ട്, എട്ടുകെട്ടുണ്ട്. വല്ലപ്പോഴും യാത്ര ചെയ്യണമെങ്കിൽ പല്ലക്കും അകമ്പടിക്കാരുമുണ്ട്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ നിങ്ങൾക്കറിയില്ല. ഞാൻ അല്ലിമലർക്കാവ് കൂത്ത് കാണാനാണ്, അയ്യപ്പൻ കോവിൽ ഇളക്ക് കാണാനാണ് പോന്നിരിക്കുന്നതാണ്. അല്ല, അതിന് മാത്രമല്ല, ഈ നാഗപുരത്ത് അങ്ങാടിയിൽ കൂടി പെണ്ണുങ്ങൾക്ക് വഴി നടക്കാൻ സാധിക്കുമോ എന്ന് അറിയാൻ കൂടിയാണ് ഞാൻ വന്നത്. ഇവിടെ അമ്മയെയും പെങ്ങന്മാരെയും ഭാര്യയെയും തിരിച്ചറിയാൻ പാടില്ലാത്ത കുറെ ആഭാസന്മാരുണ്ട്. അവരുടെ അഹങ്കാര അമർത്തിയേ ഞാൻ പോകും. ആരും വിചാരിച്ചാലും ഉണ്ണിയാർച്ച അടങ്ങയില്ലെന്ന് ബോധ്യമായി. ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. അലിമലക്കാവിൽ ഓടിച്ചെല്ലണം. അവിടെ കൂത്ത് കാണാൻ പോയിരിക്കുന്ന ആരോമൽ ചേകവരുടെ കാൽ പിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുവരണം. നാഗപുരത്തെ ഒരു നാഗപ്പ ചെട്ടിയാരുണ്ട്. അദ്ദേഹത്തിന്റെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ പിടിച്ചില്ല. ഒരു പൊണ്ണ് അടക്കുന്നതുക്ക് ഉങ്ങളാല മുടിയാതെ എതുക്കടാ പേടി തൊണ്ടകളാ ആരോമൽ വരണമാ അല്ലാമ അവളെ ഒതുക്ക് മുടിവാണ് നാം പാതിக்கிறേ പേടി തൊണ്ടകൾ. ചെട്ടി പൊന്നിൻ കുപ്പായിട്ട്, പൊന്നിൻ തൊപ്പി അണിഞ്ഞ്, പൊന്നിൻ മതിയടിയിൽ കയറി, പൊന്നിൻ ചൂരക്കോലുമായി വന്നു. ആൾത്തറയിൽ ഉറുമി വലിച്ച് വീശി നിൽക്കുന്ന ഉണ്ണിയാർച്ചയെ കണ്ടു കഴിഞ്ഞതും, കടവുളെ ഇത് പേയാ പിശാസാ, മോത്തിലെ മുളിക്കുന്നതിക്കേ മുടിയാതെ, ஐயோ கடவுளே, எடே சீக்கிரம் போங்க, இதுக்கு சேவகர் தான் போறோம். இதனால முடியாது, யாரால முடியாது, அந்த கடவுளாலேயே முடியாது. ஓட ஓடு, இல்லாட்டா அவ்வளவுதான். எச்சரிக்கை, நான் சொல்ல ஓடுங்கடா, சீக்கிரம் ஓடுங்க. അല്ലിമലക്കാവിൽ കൂത്ത് കാണാൻ പോയിരിക്കുന്ന ചേകവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഉടൻ തന്നെ ആളുകൾ വിട്ടു. വിവരം പറഞ്ഞ് ചേകവർ ഓടിയെത്തിയപ്പോൾ നാഗപുരത്ത് നെല്ലങ്ങാടിയിൽ 500-നെയും 300-നെയും അരിഞ്ഞു വീഴ്ത്തി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന തന്റെ സഹോദരിയാണ് കണ്ടത്. അടങ്ങി അടങ്ങ്. അറിവില്ലാതെ ചെയ്തു പോയതല്ലേ അവർ. അവർക്ക് മാപ്പ് കൊടുക്ക. മൂപ്പനും കാല് പിടിച്ചു. പെങ്ങളും നിങ്ങളും ഇനി നമുക്ക് തുല്യമാണ്. മേലാൽ പെൺകുട്ടികൾക്ക് ഈ വഴിയിൽ കൂടി ഒറ്റയ്ക്ക് പേടി കൂടാതെ പോകാൻ കഴിയും. ഏത് പാതിരാത്രിക്കും ഏത് പെൺകൊച്ചിനും ഈ വഴിയെ പോകാൻ കഴിയും. ഇരുട്ടത്താണ് വെട്ടം കാണിച്ച് അവളെ എത്തേണ്ടടുത്ത് ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. ഒരു മണ്ണിന്റെ നുള്ള് അവളുടെ ദേഹത്ത് വീഴൂല്ല. അവളെ തൊടാൻ ഒരു പകയിനും ധൈര്യം വരൂല്ല. പിന്നെ അവന്റെ തല കാണൂല്ല. അല്ലാഹു സത്യം. മൂപ്പൻ സത്യം ചെയ്തു. അങ്ങനെ തന്റെ മാത്രമല്ല, തന്റെ വർഗത്തിന്റെ മുഴുവൻ അഭിമാനം വീണ്ടെടുക്കാൻ അടർക്കളത്തിലിറങ്ങി അസാമാന്യ വിജയം കൈവരിച്ച അങ്കാരത്വമായിരുന്നു അറ്റുമണം മേലെ ഉണ്ണിയാർച്ച. അറ്റുമണം മേലെ ഉണ്ണിയാർച്ച.
അക്കാലത്ത് അഴിമതികളും അക്രമങ്ങളും അടിച്ചമർത്താൻ മാത്രമല്ല, അരങ്ങേറുന്ന കുടിപ്പകൾ ഒതുക്കാനും മൂപ്പിളമത്തർക്കം തീർക്കാനും അംഗച്ചേകവന്മാർ ആവശ്യമായിരുന്നു. നാടുവാഴികളും പ്രഭുക്കന്മാരും വഴക്ക് തീർത്തിരുന്നത് കോടതിയിലല്ല, പണം കെട്ടി ചേകവന്മാരെ കൊണ്ടുവന്ന് അംഗം വെട്ടിച്ചാണ്. തോൽക്കുന്നത് വരെയല്ല, ഒരുത്തം മരിക്കുന്നത് വരെയാണ് അംഗം. ഒരുതരം കോഴിപ്പോര്. ന്യായം നോക്കിയിട്ടല്ല, ജയം നോക്കിയാണ് വിധി. വാസ്തവത്തിൽ കുരുതിക്ക് ഒഴിഞ്ഞിട്ട ബലിമൃഗങ്ങളായിരുന്നു അംഗച്ചേകവന്മാർ. പക്ഷേ അംഗത്തിന് ക്ഷണിച്ചാൽ അത് സ്വീകരിച്ചില്ലെങ്കിൽ അന്തസ്സിന് കുറവാണ്. അന്ന് മേലൂരിടത്തിലെ ഉണ്ണിച്ചന്ദ്രരും കീഴൂരിടത്തിലെ ഉണ്ണിക്കോനാരും, മേലൂരിടത്തിലെ ഉണ്ണിച്ചന്ദ്രരും കീഴൂരിടത്തിലെ ഉണ്ണിക്കോനാരും തമ്മിലൊരു വഴക്ക്. അവർ ജ്യേഷ്ഠത്തി അനുജത്തി മക്കളാണ്. അവരുടെ അമ്മാവൻ തീർത്ഥാടനത്തിന് പോയി തിരിച്ചു വരുന്ന വഴിക്ക് മരിച്ചുപോയി. അനന്തരവന്മാർ രണ്ടുപേരും ഓടിപ്പോയി അമ്മാവന്റെ ശവശരീരം എടുത്തുകൊണ്ടുവന്ന് മുറപ്രകാരം ദഹിപ്പിക്കുകയും ചെയ്തു. പക്ഷേ സഞ്ചയന ദിവസം വന്നപ്പോൾ സംഗതി ആകെ കുഴപ്പത്തിലായി. നാട്ടുരീതി അനുസരിച്ച് അസ്ഥി വാരാനുള്ള അവകാശം മൂത്ത അനന്തരവനാണ്. പക്ഷെ ഇവിടെ ആരാണ് മൂത്തത്? ഉണിച്ചന്ദ്രരോ ഉണിക്കോനാരോ? രണ്ടുപേരെയും പ്രസവിച്ചത് ഒരു ദിവസം. സമയത്തിന്റെ വ്യത്യാസം അറിഞ്ഞിട്ട് വേണം മുപ്പ് നിശ്ചയിക്കാൻ. തന്നെയല്ല, ഇന്നത്തെ പോലെ വാച്ച് നോക്കി പ്രസവിക്കുന്ന സമ്പ്രദായം അന്നുണ്ടായിരുന്നില്ല. വയറ്റാട്ടി പറയുന്നത് പാതിരാ നേരത്ത് ഉണിക്കോനാരെ പുലർച്ചയ്ക്ക് പറ്റല്ലോ ഉണിച്ചന്ദ്രരെ എന്നാണ്. പക്ഷേ മാറ്റുകൊടുത്ത മണ്ണാത്തിയുടെ റിപ്പോർട്ട് മൂവന്തിക്കും പാതിരാക്കുമെന്നാണ്. എന്തിന് തർക്കം തീർന്നില്ല. ഞാൻ മുത്ത് ഉണിച്ചന്ദ്രരും, ഞാൻ മുത്ത് ഉണിക്കോനാരും, ഞാൻ മുത്ത് ഉണിച്ചന്ദ്രരും, ഞാൻ മുത്ത് ഉണിക്കോനാരും. അമ്മാവന്റെ എല്ലി കേറിയ ഈ പിടിവലി ആരും വിടുന്ന ലക്ഷണമില്ല. മധ്യസ്ഥതയൊന്നും വിലപ്പോയില്ല. അവസാനം നാടുവാഴി ഇടപെട്ടു. അദ്ദേഹം ഒരു മാർഗം നിർദ്ദേശിച്ചു. തൃപ്പൻകൊട്ടപ്പന്റെ തൃപ്പടിക്കൽ ഒരിപ്പോലെ രണ്ട് കിഴികൾ വയ്ക്കും. ഒന്നിനകത്ത് പൊന്നും മറ്റേതിൽ വെള്ളിയും. ആർക്ക് പൊന്ന് കിട്ടുന്നോ അവൻ മൂത്തവൻ. പക്ഷേ പരീക്ഷ യഥാവിധി നടന്നെങ്കിലും ഉണിക്കോനാർക്കാണ് പൊൻകിടി കിട്ടിയതെങ്കിലും ഉണിച്ചന്ദ്രർ വിട്ടില്ല. പൊന്ന് കിട്ടിയാലും മൂപ്പെനിക്ക്, വെള്ളി കിട്ടിയാലും മൂപ്പെനിക്ക്, പൊന്ന് കിട്ടിയാലും മൂപ്പെനിക്ക്, വെള്ളി കിട്ടിയാലും മൂപ്പെനിക്ക്. വീണ്ടും പ്രശ്നമായി. ഇനി ഒറ്റ പരിഹാരമേ ഉള്ളൂ, അംഗം. ഇഷ്ടമുള്ള ചേകവരെ കൊണ്ടുവന്ന് അംഗം വെട്ടിക്കുക. ജയിക്കുന്നവന് മേൽക്കോയ്മ. ഉണിച്ചന്ദ്രർ തന്റെ അംഗച്ചേകവരെ കണ്ടെത്തി. കോലസ്ത്രീ നാട്ടിലെ അരിങ്ങോടർ, കീർത്തി വരുത്ത പടയാളി. അടവും മുറയും മാത്രമല്ല, വിളവും ചതിയും പ്രയോഗിക്കാൻ അതിസമർത്ഥൻ. ഉണിച്ചന്ദ്രൂർ പിന്നെ താമസിച്ചില്ല. അംഗത്തെറ്റ് പണിയാൻ ആരംഭിച്ചു. ആശാരിമാരെ വരുത്തി. അരിങ്ങോടർ അവരുടെ അടുത്ത് ചെന്ന് 64 പണം കൊടുത്തു. കൈക്കൂലിയല്ല, വെറുമൊരു സന്തോഷം. പക്ഷേ അതോടെ ആശാരിമാർ അയാളുടെ വശത്തായി. മുറിപ്പലക വെച്ച് തട്ടി തീർത്തു. ചെമ്പാടിക്ക് പകരം മുളയാണി തർപ്പിച്ചു. അറിയാവുന്നവർക്കേ അതിൽ നിൽക്കാനാവൂ. കാലുമറി ചവിട്ടിപ്പോയാൽ താഴെ വീണത് തന്നെ. അരിങ്ങോടർ അങ്കത്തട്ടിൽ തന്നെ അങ്ങനെ ചതിയൊരുക്കി. ഉണിക്കോനാർക്ക് ആകെ പരിഭ്രമമായി. അരിങ്ങോടരോട് ഏറ്റുമുട്ടാൻ പറ്റിയ ഒരു ചേകവൻ എവിടെ കിട്ടും? അവസാനം അയാൾ അറിഞ്ഞു, അന്ന് വരെ അംഗം വെട്ടിയിട്ടില്ലെങ്കിലും ആരോടെതിർത്ത് ജയിക്കാനും കെൽപ്പുള്ള ഒരംഗച്ചേകവരുണ്ട്. പുത്തൂരം വീട്ടിലെ കണ്ണപ്പ ചേകവരുടെ ഓമനപുത്രൻ ആരോമൽ ചേകവർ. പിന്നെ താമസിച്ചില്ല. ഉണിക്കോനാർ പുത്തൂരം വീട്ടിലെത്തി. എത്ര പണം കൊടുക്കാനും താൻ തയ്യാറാണ്. ആരോമൽ ചേകവരെ പുത്തിരി അംഗത്തിന് വേണ്ടി അയച്ചു തരണം. എന്ത്? കണ്ണപ്പ ചേകവർ സമ്മതിച്ചില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. എന്റെ മോനെ ഇപ്പോൾ ഞാൻ എങ്ങും അയക്കുകയില്ല. കാരണം മക്കൾ ഇല്ലാതെ ഇരുന്നാളി കാണാൻ കൊതിച്ച മകനാണു നീ. മക്കൾ ഇല്ലാതെ ഇരുന്ന നാളി കാണാൻ കൊതിച്ച മകനാണു നീ. ചന്ദന പൂങ്കാവിൽ അയ്യപ്പനെ ചാന്താട്ടം കളപാട്ടം കഴിപ്പിച്ചിട്ട്. ചന്ദന പൂങ്കാവിൽ അയ്യപ്പനെ ചാന്താട്ടം കളപാട്ടം കഴിപ്പിച്ചിട്ട്. കല്ലുകണ്ടേടം തൊഴുതു
ക്ഷേത്രങ്ങളെല്ലാടും ചെന്നു നിന്നു. പൂജ കഴിപ്പിച്ചു നേർച്ച ചെയ്തു. നേടിയ പൊന്മകൻ ആരോമല്. പൂജ കഴിപ്പിച്ചു നേർച്ച ചെയ്തു. നേടിയ പൊന്മകൻ ആരോമല്. എത്ര കാലം കാത്തിരുന്നിട്ട്, എന്തെല്ലാം വഴിപാട് നടത്തിയിട്ട്, എന്തെന്ത് കണ്ണീര് കുടിച്ചിട്ട് ഉണ്ടായ മകനാണ്. ഹരിങ്ങളോട് പേടിച്ചിട്ടല്ല, ആരോട് നേരിടാനും അവന് കരുത്തില്ലന്നിട്ടല്ല. ഇപ്പോൾ അവന് കഷ്ടകാലമാണ്. 7 ശനി തന്റെ അപഹാരത്തിൽ അഷ്ടമം വ്യാഴവും വന്നിതല്ലോ. 7 ശനി തന്റെ അപഹാരത്തിൽ അഷ്ടമം വ്യാഴവും വന്നിതല്ലോ. വ്യാഴം ബാലിക്ക് പിടച്ച നാളിൽ ചതിയാലെ ബാലി വധം കഴിഞ്ഞു. വ്യാഴം ബാലിക്ക് പിടച്ച നാളിൽ ചതിയാലെ ബാലി വധം കഴിഞ്ഞു. ഇല്ല, അതറിഞ്ഞുകൊണ്ട് എന്റെ മകനെ ഞാൻ ബലി കൊടുക്കുകയില്ല. വേണമെങ്കിൽ ഞാൻ വരാം. ഞാൻ കണ്ണപ്പച്ചേകവർ ഉണിക്കോനാരുടെ ആ അപേക്ഷ സ്വീകരിച്ചില്ല. പക്ഷേ വൃദ്ധനായ കണ്ണപ്പച്ചേകവരെ കൊണ്ട് പയറ്റി പരീക്ഷിക്കാൻ ഉണിക്കോനാർക്ക് ധൈര്യവുമില്ല. അയാൾ ആകെ ധർമ്മസങ്കടത്തിലായി. വിവരമറിഞ്ഞ ആരോമൽച്ചേകവർ അച്ഛന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചു. നാണക്കേട്! ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് പുത്തൂരം വീട്ടിന്റെ അന്തസ്ത് കളഞ്ഞു കുളിക്കാനോ? കടമകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ? വീഥിയെ പഴിക്കുന്നവൻ ഭീരുവാണ്, ഭീരു. ആരോമൽച്ചേകവർ പുത്തിരി അംഗത്തിന് അച്ചാരം വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അങ്കപ്പണം വാങ്ങേണ്ടത് താനല്ല, അച്ഛനോ അമ്മയോ കൂടപ്പിറപ്പുകളോ ആയിരിക്കണം. ആരോമൽച്ചേകവർ അച്ഛന്റെ കാല് പിടിച്ചപേക്ഷിച്ചു. തറവാടിന്റെ മാനം കാക്കാൻ എന്നെ അനുവദിക്കണം. ഈ അങ്കപ്പണം സ്വീകരിച്ച് അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ഇല്ല മോൻ, നിന്റെ പ്രാണൻ വിറ്റ് കിട്ടുന്ന പണം അച്ഛൻ ആവശ്യമില്ല. അതുകൊണ്ട് പുത്തൂരം വീടിന് മുതൽ കൂട്ടേണ്ട. അനുജനും അമ്മയും അതുതന്നെ ആവർത്തിച്ചു. ആരോമലിന്റെ ഭാവം മാറി. എല്ലാം പീരിക്കൾ. ഉണ്ണിയാർച്ച ആറ്റുമണമേലായിപ്പോയി. ഇല്ലെങ്കിൽ തീർച്ചയായും ഈ അപമാനത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുമായിരുന്നു. താൻ ഉണിക്കോനാർക്ക് വാക്കുകൊടുത്തു. വാക്കിലും വലുതാണോ പ്രാണൻ? അല്ല, ഒരിക്കലുമല്ല. അന്തസ്സില്ലാത്ത ഈ ജീവിതം തനിക്ക് ആവശ്യമില്ല. പുത്തിരി അംഗത്തിന് അനുവാദം തരുന്നില്ലെങ്കിൽ വേണ്ട. ഈ ചുരുക്കത്തലപ്പതാണ് തന്റെ ജീവൻ. കണ്ണപ്പച്ചേകവർ ഓടിച്ചെന്ന് തന്റെ മകന്റെ കൈപിടിച്ചു. അദ്ദേഹം നിറകണ്ണോടെ അങ്കപ്പണം സ്വീകരിച്ചു. അംഗച്ചേകവർക്ക് ഒരു തുണയാള് വേണം. അവൻ സമർത്ഥനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. അങ്ങനെ ആരാണുള്ളത്? കണ്ണപ്പച്ചേകവരുടെ അനന്തരവൻ ചന്തു സമർത്ഥനാണ്, പക്ഷെ ചതിയനാണ്. തന്നെയല്ല, ഉണ്ണിയാർച്ചയെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാത്തതിൽ ഇപ്പോൾ അയാൾ പിണങ്ങിപ്പിരിഞ്ഞ് പുത്തൂരം വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയാണ്. പരമാർത്ഥത്തിൽ കണ്ണപ്പച്ചേകവർ വലത്തെ തുടയിന്മേൽ ആരോമലും ഇടത്തെ തുടയിന്മേൽ ചന്തുനെയും. വലത്തെ തുടയിന്മേൽ ആരോമലും ഇടത്തെ തുടയിന്മേൽ ചന്തുനെയും ഇരുത്തിയാണ് വളർത്തിയത്. അച്ഛൻ മരിച്ച് അനാഥനായി ചന്തുവിനെ അദ്ദേഹം രക്ഷിച്ചു. തന്നോടവൻ നന്ദികേട് കാണിക്കുമോ? ഇല്ല. കണ്ണപ്പച്ചേകവർ ചന്തുവിനെ തന്നെ മകനെ തുണയായി തീരുമാനിച്ചു. ആരോമലിന് അതത്ര തൃപ്തികരമായി തോന്നിയില്ല. എങ്കിലും അച്ഛന്റെ തീരുമാനം നിരസിച്ചുമില്ല. പുത്തിരി അംഗത്തിന് ചുരികേടാൻ ചന്തു കോലസ്ത്രീ നാട്ടിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് ആങ്ങള അംഗം കുറിച്ചെന്നുള്ള വിവരമറിഞ്ഞ ഉണ്ണിയാർച്ച പുത്തൂരം വീട്ടിൽ ഓടിച്ചെന്നത്. ചന്തുവിന്റെ മുഖം മങ്ങി. ഉണ്ണിയാർച്ചയ്ക്കറിയാം, ചന്തു ചതിച്ചാൽ പൊന്നാങ്ങളയ്ക്ക് ആപത്താണ്. അവൾ പതുക്കെ ചന്തുവിന്റെ അടുത്ത് ചെന്നു. എന്നോട് പിണക്കമാണോ? എന്നോട് പിണങ്ങാനും അണങ്ങാനും ഞാനാര്? നമ്മൾ ഒരുമിച്ച് ഈ വീട്ടിൽ വളർന്നവരാണ്. അക്കാര്യം ഇപ്പോൾ ഓർമ്മിച്ചാ പോരാ. ഓ,
ഞാൻ എപ്പോഴും അതും മറന്നിട്ടില്ല. ഞാനാണ് നിന്റെ മുറച്ചെറുക്കൻ. എന്നിട്ട് ഏട്ടനെ ഒരാങ്ങളയെ പോലെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അച്ഛന്റെ അനന്തരവനെ ആങ്ങളയായിട്ടല്ല നമ്മുടെ നാട്ടിൽ എല്ലാവരും കണക്കാക്കുന്നത്. ഏട്ടന് എന്നെ കല്യാണം കഴിക്കണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ എന്നെ മയക്കാൻ നോക്കിയാണോ? നീ പണ്ട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഒരിക്കൽ ഒരു വെളുപ്പാങ്കാലത്ത് നീ ഉറ്റപടിച്ചുകൊണ്ടിരുന്നപ്പോ ഏതായാലും നീ എന്നെ സ്വന്തമാകാൻ പോവുകയല്ലേ എന്ന് വിചാരിച്ച് അറിയാതെ ഞാൻ നിന്റെ പുറകിൽ കൂടി വന്ന് നിന്റെ പുറത്തൊന്ന് തൊട്ടതിന് മുറ്റമടിക്കുന്ന ചൂലുകൊണ്ട് ബാക്കി ഞാൻ പറയുന്നില്ല. എല്ലാം സഹിക്കാം. അന്ന് കല്യാണം കഴിഞ്ഞ് നിന്റെ ചേകവന്റെ വീട്ടിലേക്ക് നീ പോകാവുന്ന സമയത്ത് ചന്തുവേട്ട എന്നെ കാണാൻ ചന്തുവേട്ടൻ തീർച്ചയായും വരണേ, ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞത് കേട്ട് ഞാൻ എന്റെ പോഴത്തത്തിന് നേരാണെന്ന് വിചാരിച്ചു. നൂലിട്ടാലെത്താത്ത ആ കുമരമ്പുഴ നീന്തിപ്പാതിരാക്കെ കാറ്റും മണം മേലും വന്നു ഞാനും. കുമരമ്പുഴ നീന്തിപ്പാതിരാക്കെ കാറ്റും മണം മേലും വന്നു ഞാനും. തപ്പിത്തടഞ്ഞ് ഞാൻ എത്തുന്നേരം തുപ്പുന്ന കോളാമ്പി കൊണ്ടെറിഞ്ഞു. തപ്പിത്തടഞ്ഞ് ഞാൻ എത്തുന്നേരം തുപ്പുന്ന കോളാമ്പി കൊണ്ടെറിഞ്ഞു. നീയും നിന്റെ ഭർത്താവും മുറുക്കി തുപ്പി വെച്ചിരുന്നതെല്ലാം എന്റെ മുഖത്താ വീണത്. നിനക്കറിയാമോ? ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. ഏതോ കരിമ്പ്. വേണ്ട, മതി മതി, നിന്റെ പൂച്ച എനിക്ക് കേൾക്കണ്ട. ചന്തുവേട്ട, ഞാൻ സത്യമാണ് പറയുന്നത്. ചന്തുവേട്ടന് എന്നോട് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ ഇതാ എന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിന്റെ അച്ഛനെ ഞാൻ ഉപേക്ഷിച്ച് വരാം. ചേട്ടന്റെ പുറപ്പെണ്ണായി ഞാൻ ജീവിക്കാം. എന്നോടുള്ള വിരോധം കൊണ്ട് എന്റെ ആങ്ങളെ ചതിക്കരുത്. ഉണ്ണിയാർച്ച ചന്തുവിനോട് കേണപേക്ഷിച്ചു. കണ്ണപ്പ ചേകവരും അവന് താക്കീത് കൊടുത്തിട്ടുണ്ട്. ഒരു ചേകവരുടെ കടമ എന്താണെന്ന് അവനെ നല്ലവണ്ണം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ചന്തു ചുരിക കടയിക്കാൻ കോലസ്ത്രീ നാട്ടിലേക്ക് പുറപ്പെട്ടു. കൊല്ലന്റെ വീട് കോലസ്ത്രീ നാട്ടിലാണ്. അരിങ്ങോടരുടെ വീട്ടിനടുത്തുകൂടി വേണം അങ്ങോട്ട് പോകേണ്ടത്. ചന്തു പുറപ്പെട്ട വിവരം കിട്ടിയ ഉടനെ അരിങ്ങോടർ തന്റെ മകളെയും അനന്തരവിളെയും ഒരുക്കി നിർത്തി. ചന്തുവിനെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കണം, ചുരിക വിളക്കുന്നതിൽ മായം ചേർക്കണം. പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങി. മാറിടം തിങ്ങിയ അംഗഭംഗി ആലിലക്കൊത്തോരണിവയറ്. മാറിടം തിങ്ങിയ അംഗഭംഗി ആലിലക്കൊത്തോരണിവയറ്. തത്തമ്മ ചുണ്ടും പവിഴവായും മുത്തുനിരത്തിയ പല്ലുകളും. തത്തമ്മ ചുണ്ടും പവിഴവായും മുത്തുനിരത്തിയ പല്ലുകളും. രണ്ട് മാദകത്തിടമ്പുകൾ, മിന്നൽ പിണറുകൾ, ഇരുട്ടത്തെ ഒളിമിന്നും കുഞ്ചുണ്ടൂലി. എള്ളിന്റെ ഒളിമിന്നും കുട്ടിമാണി. ഇരുട്ടത്തെ ഒളിമിന്നും കുഞ്ചുണ്ണൂലി. എള്ളിന്റെ ഒളിമിന്നും കുട്ടിമാണി. വാസ്തവത്തിൽ അവർ ആരെയാണ് ആകർഷിക്കാത്തത്? ചന്തു ആ കാമകോമരങ്ങളുടെ കയ്യിൽ അമർന്നു. അരിങ്ങോടർ വാഗ്ദാനങ്ങൾ കൊണ്ട് ചന്തുവിനെ വശീകരിച്ചു. എന്നുടെ കാലം കഴിഞ്ഞുപോയാൽ ഇക്കണ്ടതെല്ലാം നിനക്ക് തന്നെ. സമ്പത്തും സൗന്ദര്യവും മാടി വിളിക്കുന്നു. സ്വർഗ കവാടം തനിക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുന്നു. എല്ലാം തനിക്ക് സ്വന്തമാകും. ഒരു ചെറിയ ചതി മാത്രം ചെയ്താൽ മതി. ചന്തുവിന് അധികം ആലോചിക്കേണ്ടതായി വന്നില്ല. കൊല്ലന് അവൻ കൈക്കൂലി കൊടുത്തു. ചെമ്പാണിക്ക് പകരം ഈർക്കിൽ വെച്ച് ചുരിക വിളക്കിച്ചു. ഒറ്റ വീശിന് അത് ഒടിഞ്ഞ് തെറിച്ചു പോകും. അതോടെ ആരോമൽ ചേകവരുടെ കഥ പുത്രിയംഗത്തിന്റെ ദിവസമെടുത്തു. ആരോമൽ ചേകവർ ഭരദേവതമാരെ ധ്യാനിച്ച് പൂജിച്ച് അച്ഛനമ്മമാരെ വന്ദിച്ച് ചന്തുവിനോടൊത്ത് പുറപ്പെട്ടു. കീഴൂരിടത്തിലെ വാഴുന്നോരും 1001 നായന്മാരും. കീഴൂരിടത്തിലെ വാഴുന്നോരും 1001 നായന്മാരും. മുൻപിലും പിൻപിൽ അകമ്പടി കുരവയുമാർപ്പും നടവിളിയും. മുൻപിലും പിൻപിലും അകമ്പടി കുരവയുമാർപ്പും നടവിളിയും. ആ യാത്ര കോലസ്ത്രീ നാട്ടിലെ കൊല്ലന്റെ
ആലയിൽ ചെന്ന് നിന്നു. തന്റെ ഭർത്താവ് ചെയ്തിരിക്കുന്ന കൊലച്ചതി അറിയാവുന്ന പാവം കൊല്ലത്തിക്ക് ആകെപ്പാട് അമ്പരപ്പായി. സത്യം തുറന്നു പറഞ്ഞാൽ തന്റെ കൊല്ലന്റെ കഥ തീരും, പറഞ്ഞില്ലെങ്കിൽ ഒന്നാം തരം ഒരു ചേകവരുടെ ആ പ്രാണനും തകരും. എന്തു ചെയ്യും? അവർക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. ആരോമൽ ചേകവർ ഇവിടെ വെച്ച് ആ ചുരിക ഒന്നിളക്കിയാൽ അതൊടിഞ്ഞ് തകർന്ന് താഴെ വീഴും. അങ്ങനെ കാര്യം മനസ്സിലാക്കും, അദ്ദേഹം രക്ഷപ്പെടും. അവൾ ഭവ്യതയോടെ അറിയിച്ചു, അടിയൻ അവിടത്തെ നാട്ടിൽ നിന്ന് പോന്നതാണ്. ഇങ്ങ് വന്നത് പിന്നെ ഇന്ന് വരെ ആ ചുരികയുടെ ഒച്ച അടിയൻ കേട്ടിട്ടില്ല. അടിയൻ ഒരാശ. ആരോമൽ പുഞ്ചിരിച്ചു. അത് ശരിയല്ല. പുത്തേരി അംഗത്തിനായിട്ടല്ലേ കാച്ചിക്കടഞ്ഞരി പൊൻചുരിക. പുത്തേരി അംഗത്തിനായിട്ടല്ലേ കാച്ചിക്കടഞ്ഞരി പൊൻചുരിക. അംഗങ്കയിച്ചിങ്ങു വന്നിടട്ടെ ഇംഗിതം ഞാൻ നിറവേറ്റിത്തരാം. അംഗങ്കയിച്ചിങ്ങു വന്നിടട്ടെ ഇംഗിതം ഞാൻ നിറവേറ്റിത്തരാം. പുത്തിരി അംഗത്തിന് കടഞ്ഞെടുത്ത ഈ ചുരിക ആ അംഗത്തട്ടിൽ വെച്ചേ ഇളക്കാൻ പാടുള്ളൂ. അതാണ് ശരി. അംഗം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ശരി, നിന്റെ ആഗ്രഹം നിറവേറ്റി തരാം, പോരെ? കൊല്ലത്തിക്ക് കൂടുതൽ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾക്ക് ആധിയായി. പക്ഷെ പ്രയോജനം? ആ ഘോഷയാത്ര അങ്കത്തട്ടിന്റെ അടുത്ത് ചെന്നെത്തി. ആരോമൽ ചേകവർ തട്ട് വലം വെച്ചൊന്ന് നടന്നു നോക്കി. കള്ളച്ചതി. ആരാണ് തട്ടുപണിതത്? ആരാണ് ഈ തട്ടുപണിത്? ആശായി പേടിച്ചു വിറച്ച് കാക്കയിലെത്തി നിന്നു. എന്റെ ദൈവമേ, മുറിപ്പല കൊണ്ടാണെങ്കിലും തട്ടിളകരുതേ. ഇളകിയാൽ അടിയന്റെ തല തട്ടി തന്നെ. കരിങ്ങോടൊരു വാക്ക് കേട്ടതുകൊണ്ട് ജീവൻ പടയത്തിലായി. ആരോമൽ അവൻ അടിമുടി ഒന്ന് നോക്കി, ഒന്നിരുത്തി മൂളി. അദ്ദേഹം ഒരു പീഠം വലിച്ചു വെച്ചു. വീപ്പിട്ട് തളിക വെച്ചു. തളികയിൽ പച്ചരി, അതിനു മുകളിൽ ഒരു നാളികേരം, പിന്നെ നാളികേരത്തിന്മേൽ ചെമ്പഴുക്ക, ചെമ്പഴക്കുമേൽ കോഴിമുട്ട. നാളികേരത്തിന്മേൽ ചെമ്പഴുക്ക, ചെമ്പഴക്കുമേൽ കോഴിമുട്ട. മുട്ടപ്പുറത്തൊരു സൂചി നാട്ടി, സൂചി മുനയിൽ ചുരിക നാട്ടി. മുട്ടപ്പുറത്തൊരു സൂചി നാട്ടി, സൂചി മുനയിൽ ചുരിക നാട്ടി. ചുരികത്തലപ്പത്ത് കയറി നിന്നു നൃത്തങ്ങളേടും ചവിട്ടി ചേകോൻ. ചുരികത്തലപ്പത്ത് കയറി നിന്നു നൃത്തങ്ങളേടും ചവിട്ടി ചേകോൻ. കാണികൾ ആ അപൂർവ അഭ്യാസം കണ്ട് അമ്പരം നിന്ന് പോയി. അരിങ്ങോടരുടെ ചങ്കിനുള്ളിൽ ഒരു പെരുമ്പറ. ആദ്യം കോഴിയംഗം. അയാൾ കോടിയെ കരുതിയിരുന്നു. പക്ഷേ ആരോമൽ ഒട്ടും അത് പ്രതീക്ഷിച്ചില്ല. നിവർത്തിയില്ല. ഉണിക്കോനാരെ, വേഗം വേഗം ഒരു കോഴിമുട്ട. കോഴിമുട്ട വരുത്തി നെഞ്ചോടടക്കി പിടിച്ച് മനം തൊന്ന് ആരോമൽ പ്രാർത്ഥിച്ചു. ദൂരം വീട്ടിലെ ചേകവന്മാർ അംഗം വെട്ടാൻ കോഴിയെ കൊണ്ടുപോയിട്ടില്ല. എന്റെ അച്ഛാ, പരദേവതമാരെ, ഞാൻ സത്യത്തിന് വേണ്ടിയാണ് ഈ യുദ്ധത്തിന് വന്നതെങ്കിൽ ഈ മുട്ട വിരിഞ്ഞ് അങ്കക്കോടി പുറത്തു വരണം. അത്ഭുതം. അങ്ങനെ തന്നെ സംഭവിച്ചത്രേ. അരിങ്ങോടരുടെ അരക്കൻ പൂവനും ആരോമലിന്റെ പാലഞ്ചിങ്ങനും പോരാട്ടം തുടങ്ങി. ആരോമൽ കുക്കുടമന്ത്രം ധ്യാനിച്ചു. ഉടൻ തന്നെ പാലഞ്ചിങ്ങൻ അരക്കമ്പൂവനെ കോത്തിക്കീറി താഴെയിട്ടു. ഇനി നേരംഗം. അരിങ്ങോടർ കോണി വെച്ച് അങ്കത്തട്ടിൽ കയറി. പുത്തൂരം വീട്ടിലെ സന്താനങ്ങൾ കോണി വെച്ചല്ല അങ്കത്തട്ടിൽ കയറാറുള്ളത്. ചന്തു 7 അടി മുന്നാക്കം വെച്ച് 3 അടി പിന്നാക്കം മാറി അവർ കുതിച്ചു ചാടി തട്ടിൽ കയറി. പോരാട്ടം തുടങ്ങി. വാൾത്താരി കോൽത്താരി വെട്ടി, അങ്കപ്പറപ്പ് തര പറഞ്ഞു വെട്ടി, അടിവാള് വീശി തലയ്ക്ക് വെട്ടി, കേമങ്ങൾ ഊന്നി മറിഞ്ഞു വെട്ടി. അയ്യോ, എന്റെ ചുരുക്കുന്നു. ചതിച്ചു, കൊല്ലം ചതിച്ചു. മാറ്റാൻ ചുരുകയും തായോ ചന്തു, മാറ്റാൻ ഇല്ല. മാറ്റാൻ ചുരുക ഞാൻ തരിൽ. എന്ത്? പിന്നെ നീ എന്തിനാണ് എനിക്ക് തുണ പോന്നത്? എന്റെ ആയുധം എനിക്ക് വേണം. ആരെങ്കിലും ആക്രമിച്ചാൽ എനിക്ക് രക്ഷപ്പെടണം. അപ്പോൾ കൊല്ലനല്ല, നീയാണ് എന്നെ ചതിച്ചത്. അതാ അതാ അരിങ്ങോടർ അടുത്ത് വരുന്നു. അയ്യോ അച്ഛാ, കാണവന്മാരെ, ഈ ചതിക്ക് പകരം ചോദിക്കാൻ എനിക്ക് കഴിയണേ. എന്റെ പരദേവതമാരെ, അരിശം കൊണ്ട് നിറച്ചൊരു സംഹാരത്തിനെ പോലെ ചുരികമുറി കൊണ്ടെറിഞ്ഞ ആരോമൽ അരിങ്ങോടർ തന്റെ തലയെറുത്തു. ചേമ്പിന്റെ തണ്ടം കഴിയും പോലെ അരിങ്ങോടർ തന്റെ തലയെറുത്തു. പക്ഷേ അതോടെ ആരോമൽ ചേകവർ ആകെ തളർന്നു.
ആലസ്യത്തോടെ തലയും ചായ്ച്ച് ആകെ തളർന്നു മയങ്ങി ചേകോ. അങ്കത്തെറ്റി തലചായ്ച്ച് ചേകവരൊന്ന് മയങ്ങി. ചന്തു പതുക്കെ അടുത്തെത്തി തലപൊക്കി മടിയിൽ വെച്ചു. വകവീട്ടാൻ പറ്റിയ നേരം. അതാ മുമ്പിലൊരു കുത്തിവിളക്ക്. അതിന്റെ തണ്ടുകൊണ്ടൊരൊറ്റ കുത്തുമതി. ആരോമലിന്റെ കഥ തീരും. പക്ഷേ തന്നെ വിശ്വസിച്ച് മയങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയെ കുത്തിമലർത്തുന്നത് ഭീരുത്വമാണ്. എന്നാലും ഇവനാണ് തന്റെ പരമശത്രു. ഇവനുള്ളിടത്തോളം കാലം തനിക്ക് സ്ഥാനമില്ല. ഇവനെ ജയിക്കാൻ തനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് പക്ഷേ തന്റെ അമ്മാവന്റെ മകൻ തെരുവിൽ തേണ്ടി തിരിയേണ്ട തന്നെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി അദ്ദേഹത്തിന് ആ നിലയ്ക്ക് ഇന്നിവൻ ഒരുത്തനാണ് ഉണ്ണിയാർച്ചയ്ക്ക് തനിക്ക് തലവാകുന്നത്. ഇവനില്ലാതായാൽ അതെ അരിങ്ങോടുകളുടെ മകളും മരുമകളും അയാളുടെ കോട്ടയും കൊട്ടാരം പോലെയുള്ള കെട്ടിടവും എല്ലാം തനിക്ക് സ്വന്തം. കാലിൽ തടഞ്ഞ മഹാഭാഗ്യം കാൽ വലിച്ചു തട്ടിക്കളയണം. ഇല്ല ഒരിക്കലുമില്ല. ചന്തു കുത്തിയിളക്കിന്റെ തണ്ടുയർത്തി ഒറ്റ അയ്യോ വെട്ടിയുണർന്നു. അയ്യോ ചന്തു ദ്രോഹി. ചന്തു ജീവനും കൊണ്ട് ഓടിക്കളഞ്ഞു. കുടിക്കാൻ വേഗം ഒരു പല്ലക്ക് വന്നു. അവർ അതിവേഗം പുത്തൂരം വീട്ടിലേക്ക് പുറപ്പെട്ടു. പുത്തിരിയംഗം ജയിച്ചു വീര പറഞ്ഞ് പുത്തൂരം വീട്ടിൽ ഒരു ഉത്സവത്തിന്റെ പ്രതീതി. സന്തോഷം കൊണ്ട് ഉണ്ണിയാർച്ചയുടെ കണ്ണു നിറഞ്ഞു. ആരോമൽ ചേകവരുടെ ഗർഭിണിയായ ഭാര്യ ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു. അതാ പല്ലക്ക് പടിപ്പുരയ്ക്ക് അടുത്തെത്തിക്കഴിഞ്ഞു. ജേതാവായ താൻ പല്ലക്കിൽ വരുന്നത് കണ്ട് വല്ല സംശയം തോന്നിയാലോ? അവരുടെ ആഹ്ലാദത്തിന് അത്ര വേഗം അടുത്ത് വരുത്തണോ? വേണ്ട. ആരോമൽ താഴെയിറങ്ങി ആത്മധൈര്യം കൊണ്ട് വേദന കടിച്ചമർത്തി വീട്ടിനകത്ത് കയറി ചെന്നു. അമ്മ മകനെ കെട്ടിപ്പിണർന്നു. അനുജനും അനുജത്തിയും ചേട്ടന്റെ കാല് തൊട്ട് വന്നിച്ചു. അച്ഛൻ മകൻ അനുഗ്രഹിച്ചു. പക്ഷേ എന്താണ് ആരോമലിനൊരു തളർച്ച, ആ മുഖത്തൊരു വിളർച്ച. മോനെ അച്ഛന്റെ അനന്തരവൻ എന്നെ ചതിച്ചച്ഛ. കുത്തിവിളക്കിന്റെ തണ്ടുകൊണ്ട് എന്റെ വയറ്റിൽ കുത്തി. നിങ്ങളെയൊക്കെ ഒന്ന് കാണുന്നതിന് വേണ്ടി മാത്രം എന്റെ പ്രാണൻ കടിച്ചു പിടിച്ച് ഞാൻ നിർത്തിയതാണ്. വയ്യ, ഇനി വേദന താങ്ങാൻ വയ്യ. കച്ചയടിക്കട്ടെ എന്റെ അച്ഛ, കച്ചയടിക്കട്ടെ എന്റെ അമ്മേ, കച്ചയടിക്കട്ടെ നേരനുട, കച്ചയടിക്കട്ടെ കുഞ്ഞാർത്തെ. ഞാനടിക്കാം, ആ കച്ച ഞാനടിക്കാം. പുത്തൂരം വീട്ടിലെ പെണ്ണുങ്ങൾക്ക് പേരും പിറപ്പും മാറിപ്പോയില്ലെങ്കിൽ എന്നാണ് എന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞാണ്. കളരി പരമ്പര ദൈവങ്ങളാണ് ഇതിന് പകരം ചോദിക്കും. രക്തത്തിന് രക്തം, ഇത് സത്യം. തന്റെ പൊന്നാങ്ങളിയുടെ രക്തം തൊട്ട് തിലകം ചാർത്തി ആറ്റിനും മണം മേലെ ഉണ്ണിയാർച്ച, ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച.